ഹായ് ഫ്രണ്ട്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് വലിയൊരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് അറിയാലോ. ഏകദേശം ഒരു 30 to 40 മണിക്കൂർ വരെ എടുക്കേണ്ട ഒരു ക്ലാസ് ആണ് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പൊ നമുക്ക് എന്തായാലും അത്ര എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ലിമിറ്റേഷൻ ഉണ്ടായത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓവർസീറും ട്രെയിനിങ് ഇൻസ്ട്രക്ടറിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഓൾറെഡി വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം. അപ്പൊ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ ഒരു സബ്ജക്ട് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവാം. First question, the branch of science which deals with the study of fluid motion without considering the forces causing motion. So fluid mechanism എന്ന് പറയുന്നത് mainly it's a branch of science which studies fluids either in rest or in motion. ഒന്നുകിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഫ്ലൂയിഡ്സിനെ അല്ലെങ്കിൽ മോഷനിൽ പോകുന്ന ഫ്ലൂയിഡ്സിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഓർ കൈനറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യം നോട്ട് ചെയ്യുക. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്സിനെ സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഉപയോഗിക്കുന്നത്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ, പക്ഷെ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് കോസിങ് മോഷൻ. ഇവിടെ ഫോഴ്സസ് ഓഫ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. പക്ഷെ ഡൈനാമിക്സിലും കൈനറ്റിക്സിലും ഈ 2 വാക്കുകളും നോട്ട് ചെയ്ത ഡൈനാമിക്സ് ഓർ കൈനറ്റിക്സ് ഇവിടെ ഫോഴ്സസ് കോസിങ് മോഷനെ കൺസിഡർ ചെയ്യും. ഈ 3 കാര്യം നോട്ട് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിത്തൗട്ട് കൺസിഡറിംഗ് ദ ഫോഴ്സസ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, കൈനമാറ്റിക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ കൊച്ചിനാള് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടുന്നത്. അതിന്റെ വേറൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. പക്ഷെ ആക്യുറേറ്റ് ആൻസർ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m³ ആണെന്നും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണെന്ന് നോട്ട് ചെയ്യുക. ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസിനകത്താണ് പറയുന്നത്. അപ്പൊ ആ കാര്യം നോട്ട് ചെയ്യുക. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ന്യൂമറിക്കൽസ് ചോദിക്കത്തില്ല, അഥവാ ചോദിച്ചാലും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഒക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡെൻസിറ്റി ഓഫ് മെർക്കുറി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് വാട്ടറിന്റെ ഡെൻസിറ്റി അറിയാമല്ലോ. അപ്പൊ വാട്ടറിന്റെ ഡെൻസിറ്റി ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് മെർക്കുറിയുടെ, അത് ഏതൊരു ലിക്വിഡിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ അതിന്റെ ഡെൻസിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആ 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഡ്യൂ ടു വാട്ടർ ഇസ് പ്രൊപ്പോർഷൻ ടു. അപ്പൊ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അത് സ്റ്റേറ്റ് ചെയ്യുന്നത് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ in the vertically downward direction is equal to the weight density of fluid at that point. അതായത് ഒരു ഫ്ലൂയിഡ് എടുത്താൽ അതിന്റെ താഴോട്ട് പോകുന്തോറും അതിന്റെ പ്രഷറിന്റെ ഇൻക്രീസ് ആ ഒരു ലിക്വിഡിന്റെ വെയിറ്റ് ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൊരു കാര്യം. പിന്നെ ഒരു ഫോർമുല പഠിച്ചു വരിക, P = റോ ജി ഇസഡ്. ഇസഡ് ആണ് ഇവിടുത്തെ എലിവേഷൻ. അപ്പൊ ഇവിടെ റോയും ജിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ദ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എലിവേഷൻ. അപ്പൊ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈറ്റ് ഓഫ് വാട്ടർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗേജ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇസ് ഈക്വൽ ടു. അപ്പൊ ഗേജ് പ്രഷർ ഇവിടെ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന ഈ കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഏറ്റവും താഴെയുള്ള ബേസ് നമ്മൾ എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് സീറോയിൽ നിന്നാണ് നമ്മൾ എല്ലാ പ്രഷർ മെഷർമെന്റ്സും എടുക്കുന്നത്. അബ്സല്യൂട്ട് സീറോയിന് മേളിലാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ കാരണമുള്ള പ്രഷർ അതിന് മേളിലാണ്. ഇനി അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ കൂടെ ഗേജ് പ്രഷർ ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ ചെയ്യും. ഇനി പക്ഷെ വാക്യൂം പ്രഷർ ആണോ ഉള്ളെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് വാക്യൂം പ്രഷർ കുറയ്ക്കണം, മൈനസ് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടുന്നത്. അപ്പൊ ഈ 2 കേസുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അബ്സല്യൂട്ട് പ്രഷർ ഈക്വൽ ടു ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് വാക്യൂം പ്രഷർ. അപ്പം ഈ ഒരു പ്ലോട്ടും ഈ ഡെഫിനേഷൻസും അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗേജ് പ്രഷർ കിട്ടുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ പ്രഷർ ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ പ്ലോട്ട് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അപ്പം അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴെ കിടക്കുന്ന പ്രഷർ ഏതായിരുന്നു? വാക്യൂം പ്രഷർ ആയിരുന്നു. ഇനി വാക്യൂം പ്രഷറിന്റെ വേറൊരു പേരാണ് സക്ഷൻ പ്രഷർ. അത് അല്ലെങ്കിൽ നെഗറ്റീവ് ഗേജ് പ്രഷർ എന്നും അതിനെ വിളിക്കും. സോ ഓപ്ഷൻ ഏതാണ് ആൻസർ? ആണ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളം ഇസ്. സി അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ വാല്യൂ 101.3 kN/m², ആണ്. അല്ലെങ്കിൽ വൺ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ 1.013 ബാർ ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്യുക, ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻ ടേംസ് ഓഫ് വാട്ടറും മെർക്കുറിയും ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. P is equal to H rho G, where H is the height. P അറിയാലോ, P എത്രയാണ്? 101.3 kN/m². ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റോ ഏത് ഫ്ലൂയിഡ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ. അപ്പൊ ഇവിടെ വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി നമ്മൾ ഇട്ട് കൊടുക്കുക. G എന്ന് വെച്ചാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 m/s². അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എച്ചിന്റെ വാല്യൂ നമുക്ക് 10.33 മീറ്റർ. ഏതിന്റെ കേസിലാണ്? വാട്ടറിന്റെ കേസിൽ. ഇതേ ഫോമിൽ നമ്മൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഇട്ട് കൊടുത്താൽ ഇക്വലന്റ് മെർക്കുറിയുടെ ഹൈറ്റ് കിട്ടും. അത് നമുക്ക് 760 mm ആണ് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഇൻ ദ ടേംസ് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, 10.33. Seventh question, the surface tension of a liquid is its property by which it's able to resist. See, surface tension എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോറിൻ ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എയറും ലിക്വിഡും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സർഫസ് ടെൻഷൻ, അതായത് ടെൻസൈൽ സ്ട്രെസ്സുകൾ ഉണ്ടാവുകയും അതിനെ എതിർക്കാൻ നമ്മുടെ ഈ ഫ്ലൂയിഡിന്റെ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുകയും അവർ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുകയും ഇതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അവർ നല്ലപോലെ ബോണ്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു നാരോ നീഡിൽ എടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ അത് പൊങ്ങിക്കിടക്കണം, അത് താഴെ വീഴാതെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വെള്ളത്തിന് കഴിയും ഈ സർഫസ് ടെൻഷൻ പ്രോപ്പർട്ടി കാരണം. അപ്പൊ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇതിന് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന്റെയൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ പഠിച്ചോ. എന്തായാലും ബേസിക് കൺസെപ്റ്റ് ഇതാണ്. ടെൻസൈൽ സ്ട്രെസ്സിനെ എതിർക്കാൻ വേണ്ടിയുള്ള ലിക്വിഡിന്റെ പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കാപ്പിലറി റൈസ് ഓഫ് എ ലിക്വിഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ് ഇസ് ഡ്യൂ ടു. അപ്പൊ നേരത്തെ പറഞ്ഞ സർഫസ് ടെൻഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് ഈ അഡീഷനും കൊഹഷനും എന്താണെന്ന് പഠിക്കണം. കൊഹഷൻ എന്ന് വെച്ചാൽ സെയിം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ബോണ്ടിനെയാണ്, ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് കൊഹഷൻ എന്ന് പറയുന്നത്. പക്ഷെ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ഒബ്ജക്റ്റും ഈ പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗ്ലാസിനകത്ത് വെള്ളത്തിന് ഭയങ്കര അഡീഷൻ പ്രോപ്പർട്ടിയാണ്. വേറൊരു ഫോറിൻ ഒബ്ജക്റ്റിനോട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് അഡീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു നാരോ ട്യൂബ് വെള്ളത്തിലിട്ടാല് ഈ അഡീഷനും കോഹഷനും ഡിപ്പെൻഡ് ചെയ്യും അത് എത്ര റൈസ് ചെയ്യും. അതിന്റെ ആ ഹൈറ്റ് കാപ്പിലറി റൈസിന്റെ ഹൈറ്റിന്റെ ഫോർമുല 4t cos theta by rho GD, വേർ T ഇസ് നേരത്തെ പറഞ്ഞ സർഫസ് ടെൻഷൻ, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ് തീറ്റ എന്ന് പറയുന്നത്. പിന്നെ റോ ഡെൻസിറ്റി അറിയാലോ, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, D ഈ ഡയമീറ്റർ ഓഫ് ട്യൂബ്. അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് എത്ര ഹൈറ്റ് ഇത് ഈ ലിക്വിഡ് റൈസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വെള്ളത്തിന്റെ കേസിൽ അഡീഷൻ ഈസ് മോർ ദാൻ കൊഹഷൻ. അതായത് വെള്ളം മറ്റുള്ള ഫോറിൻ ഒബ്ജക്ട്സിനെ ഭയങ്കര അഫിനിറ്റിയാണ്, ഭയങ്കര പറ്റിപ്പിടിച്ചിരിക്കും വെള്ളം. പക്ഷെ നമുക്ക് മെർക്കുറി എടുത്താലോ, മെർക്കുറി കൊഹഷൻ ആണ് വലുത്. അത് അതിനോട് തന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തുള്ളൂ. പുറത്തുള്ള ഒരു ഫോറിൻ ഒബ്ജക്റ്റിനോട് അത്രയും അഫിനിറ്റി കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വെള്ളമാണ് ലിക്വിഡ് എങ്കിൽ അത് നല്ലപോലെ റൈസ് ചെയ്യും. കാരണം അത് ഗ്ലാസ് ട്യൂബിനോട് നല്ല കോണ്ടാക്ട് നിലനിർത്തുകയും നല്ലപോലെ റൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ മെർക്കുറി ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ റൈസ് ചെയ്യത്തില്ല. കാരണം അവിടെ എന്താണ്, കൊഹഷൻ ആണ് അഡീഷനെക്കാട്ടി ഗ്രേറ്റർ. അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, കാപ്പിലറി റൈസ് ഓഫ് എ ലിക്വിഡ് ഇൻ ഗ്ലാസ് ട്യൂബ് ഇസ് മെയിൻലി ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ അഡീഷൻ കൊഹഷനെ കാട്ടി ഗ്രേറ്റർ ആവുമ്പോഴാണ് കൂടുതൽ കാപ്പിലറി റൈസ് ഉണ്ടാകുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, അഡീഷൻ. നയൻത് ക്വസ്റ്റ്യൻ, ദ റീസൺ ഫോർ സെലക്ഷൻ ഓഫ് മെർക്കുറി ആസ് എ മാനോമെട്രിക് ലിക്വിഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാനോമെട്രിയിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ലിക്വിഡ് മെർക്കുറിയാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് വളരെയധികം കൊഹസീവ് ആണ്. കൊഹസീവ് വെച്ചാൽ അത് അതിനോട് തന്നെ, അതിന്റെ പാർട്ടിക്കിൾസിനോട് തന്നെ ഒട്ടിയിരിക്കും. ഇത് തന്നെയാണ് ഈ ഫിഗറിൽ. ഒരിക്കലും അത് നമ്മൾ ഇടുന്ന സർഫസിനോട് പറ്റിപ്പിടിക്കത്തില്ല. അത് അതിനോട് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അത് വളരെ മെയിൻ പ്രോപ്പർട്ടീസ് ആണ്. പിന്നെ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, 13.6. നമ്മൾ ഇതും പറഞ്ഞാണ് 13.6 ആണ് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. പിന്നെ ഇനേർട്ട് വിത്ത് ഗ്ലാസ് ട്യൂബ്, അത് ഇത് രണ്ടും ഒരു എന്താ പറയാ, ഒരു റിലേഷൻ ഉണ്ട്. കാരണം കോസീവ് ആയതുകൊണ്ട് തന്നെയാണ് അത് ഇനേർട്ട് വിത്ത് ഗ്ലാസ് ട്യൂബ് എന്ന് വെച്ചാൽ അത് ഗ്ലാസ് ട്യൂബിലോട് പറ്റിപ്പിടിക്കത്തില്ല. അത് തന്നെയാണ് കണ്ടോ, ഇവിടെ നമ്മൾ ഒഴിക്കുമ്പോൾ കണ്ടോ കയ്യിൽ പറ്റിപ്പിടിക്കാതെ ഒഴുകി അങ്ങ് വീഴുന്ന കണ്ടോ. എന്നിട്ട് ഈ വെച്ചിരിക്കുന്ന ഈ പോട്ടിനകത്തും പറ്റിപ്പിടിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു
ഇനേർട്ട്നെസ് ഉണ്ട് നമ്മുടെ മെർക്കുറിക്ക്. അപ്പൊ ഇത്രയും 3 കാര്യങ്ങളും കൊണ്ടാണ് അതിനെ മാനോമെട്രിക് ലിക്വിഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, പീസോമീറ്റർ ഈസ് യൂസ് ടു മെഷർ. നമ്മളൊരു പീസോമീറ്റർ യൂസ് ചെയ്യുന്നത് ഒരു പൈപ്പില്, നമ്മളിത് പൈപ്പ് ആണെങ്കിൽ പൈപ്പിലൂടെ വെള്ളം പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് പോകുന്നു, അപ്പൊ അവിടുത്തെ പ്രഷർ നോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഹെഡ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് പീസോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഒരു പോയിന്റിലെ പ്രഷർ ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. പീസോമീറ്റർ ആണെങ്കിലും സിംഗിൾ മാനോമീറ്റർ ആണെങ്കിലും ഇതേ യൂസ് ആണ്. ഒരു സിംഗിൾ പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യാനാണ് നമ്മൾ പീസോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രഷർ ഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് യൂസ്ഡ്. അപ്പൊ സിംഗിൾ മാനോമീറ്ററിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, പീസോമീറ്ററിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. 2 പോയിന്റ്സിന്റെ പ്രഷർ ഡിഫറൻസ് നോട്ട് ചെയ്യാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മാനോമെട്രിക് ലിക്വിഡ്, അതായത് മെയിൻലി മെർക്കുറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കടന്നു പോകുന്ന ലിക്വിഡ്സ്, ഈ പൈപ്പിൽ കൂടെ കടന്നു പോകുന്ന ലിക്വിഡ്സ് ലോ ഡെൻസിറ്റി ആണെങ്കിൽ നമ്മൾ ഇൻവേർട്ടഡ് U2 മാനോമീറ്റർ യൂസ് ചെയ്യും. ഇതാണ് കൺവെൻഷനലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ. അപ്പം ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് പഠിച്ചിരുന്നാൽ മതി. ഇതിന്റെ ന്യൂമറിക്കൽ ഒന്നും ഓവർസിയർ ലെവലൊന്നും ചോദിക്കത്തില്ല. അസിസ്റ്റന്റ് എഞ്ചിൻ ലെവൽ ആണെങ്കിൽ ഇതിന്റെ ന്യൂമറിക്കൽസ് ഒക്കെ പ്രതീക്ഷിക്കാം. അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ, ഇതിന്റെ FM-ന്റെ ഒക്കെ ഒരു ഹയർ ലെവൽ വീഡിയോ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഓവർസിയർ ബേസ്ഡ് ഒരു ബേസിക് കൺസെപ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? 2 പോയിന്റ്സിന്റെ ഡിഫറൻസ് ഇൻ പ്രഷർ മെഷർ ചെയ്യാനാണ്. 12th ക്വസ്റ്റ്യൻ, ബോർഡോൺ ടൈപ്പ് ഗേജ് മെഷർ ഈസ് യൂസ്ഡ്. ഈ ബോർഡോൺ ടൈപ്പ് ഗേജ് എന്തിനെ മെഷർ ചെയ്യാനാണ്? യൂഷ്വലി നമ്മളൊരു മീഡിയം ടു ഹൈ പ്രഷർ ഓഫ് വാട്ടറിന് അല്ലെങ്കിൽ ലിക്വിഡ്സിന്റെ പ്രഷറിനെ നോട്ട് ചെയ്യാനാണ് നമ്മൾ ബോർഡോൺ ടൈപ്പ് ഗേജ് യൂസ് ചെയ്യുന്നത്. അതൊന്നുമില്ല, ഈ പ്രഷർ കാരണം ഒരു ട്യൂബ് കാരണം, അപ്പൊ ട്യൂബിനകത്ത് പ്രഷർ കൂടുന്തോറും അത് അതിന്റെ നീഡില് ഹയർ പ്രഷറിലോട്ട് പോകും. അത് സിമ്പിൾ ആയിട്ട് അതിന്റെ വർക്കിംഗ് ഒന്നും പഠിക്കാനില്ല, നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. മീഡിയം ആൻഡ് ഹൈ പ്രഷേഴ്സ് ഓഫ് വാട്ടർ ആണ് ബോർഡോൺ ടൈപ്പ് ഗേജുകൾ മെഷർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിറ്ററ്റ് ട്യൂബ് എന്തിനു യൂസ് ചെയ്യുന്നതാണ്? പിറ്ററ്റ് ട്യൂബ് നമ്മൾ മെയിൻലി ഒരു ഫ്ലോയിങ് വാട്ടറിൽ ഇവിടെ ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റ് വരും. അതായത് ഇവിടെ വെലോസിറ്റി സീറോ എന്ന പോയിന്റിനെയാണ് സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ പോയിന്റ് ആവുമ്പോൾ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റൈസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ റൈസ് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിന്റെ ഇവിടെ വെലോസിറ്റി സീറോ ആകുമ്പോൾ യൂഷ്വലി ഒരു പ്രഷർ റൈസ് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിനെയാണ് സ്റ്റാഗ്നേഷൻ പ്രഷറിനെ ഇത് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് ഈ ഹൈറ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് V is equal to √2gh എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അപ്പൊ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോയും കിട്ടും. അപ്പം പിറ്ററ്റ് ട്യൂബിന് മെയിൻലി വെലോസിറ്റി ഓഫ് ഫ്ലോയും കണ്ടുപിടിക്കാൻ പറ്റും, സ്റ്റാഗ്നേഷൻ പ്രഷറും കണ്ടുപിടിക്കാൻ പറ്റും. 2 കാര്യങ്ങളുണ്ട്, രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം നോട്ട് ചെയ്യുക, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, ഓപ്ഷനിൽ നല്ലൊരു നോക്കുക. ഇപ്പൊ ഇവിടെ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ എന്തായാലും വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് ആൻസർ. സ്റ്റാഗ്നേഷൻ പ്രഷർ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഓപ്ഷനിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പിറ്ററ്റ് ട്യൂബ് ഇസ് യൂസ്ഡ് ഫോർ ബോത്ത് സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ ഓപ്ഷൻ 14th ക്വസ്റ്റ്യൻ, വെഞ്ചുറിമീറ്റർ ഇസ് യൂസ് ഫോർ ദ മെഷർമെന്റ് ഓഫ്. വെഞ്ചുറിമീറ്റർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അത് മെയിൻലി ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ ഒരു പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിന്റെയോ ഏതെങ്കിലും ലിക്വിഡിന്റെ എത്ര ഡിസ്ചാർജ് ആണ്, റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാനാണ് വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വെഞ്ചുറിമീറ്റർ മെയിൻലി 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കൺവേർജിങ് കോൺ ഉണ്ട്, അത് പൈപ്പിൽ നിന്ന് കൺവേർജിങ് കോൺ ഉണ്ട്, ത്രോട്ട് ഉണ്ട്, ഡൈവേർജിങ് കോൺ ഉണ്ട്. പിന്നെ നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ മെയിൻലി ഈ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി ഡി മെയിൻലി കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് ആണെന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ 0.98 ആണ് ഫോർ വെഞ്ചുറിമീറ്റർ. A1 A2 A1 എന്ന് പറയുന്നത് ത്രോട്ട് ഡയമീറ്ററും A2 എന്ന് പറയുന്നത് ഇൻലെറ്റ് പൈപ്പിന്റെ ഡയമീറ്ററും ആണ്. ഡയമീറ്ററിന്റെ ക്രോസ് സെക്ഷൻ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A1 A2. H എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രഷർ ഹെഡ് ആണ്. പക്ഷെ ഇവിടെ HM അല്ല, HM എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഡിഫറൻസ് ഇൻ ഈ ഫ്ലൂയിഡ് ലെവലാണ്, മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ഡിഫറൻഷ്യൽ ലെവലാണ്. HM-ൽ നിന്ന് നമ്മൾ H കണ്ടുപിടിക്കണം. എങ്ങനെയാണ് H? അതിന് വേറൊരു ഫോർമുല ഉണ്ട്, HM ഇൻറ്റു ഇവിടെ യൂസ് ചെയ്യുന്ന ഏത് ലിക്വിഡ്, ഇപ്പം ഈ മാനോമീറ്ററിൽ യൂസ് ചെയ്യുന്ന മെർക്കുറി ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ബൈ ഇവിടെ പാസ് ചെയ്യുന്ന ലിക്വിഡ് -1. അപ്പൊ ഈ ഒരു ഫോർമുലയിൽ നിന്ന് H കണ്ടുപിടിക്കുക. ആ H ആണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ എന്തായാലും കാൽക്കുലേഷൻ എന്തായാലും ചോദിക്കത്തില്ല, അത് ഉറപ്പാണ്. ഓവർസിയർ ലെവലൊന്നും കാൽക്കുലേഷൻ ചോദിക്കത്തില്ല.
കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്യുക. വെഞ്ചുറിമീറ്റർ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. 15th ക്വസ്റ്റ്യൻ മൗത്ത് പീസ് ഇസ് യൂസ് ടു. അപ്പൊ മൗത്ത് പീസും നേരത്തെ പറഞ്ഞ പോലെ ഈ വെഞ്ചുറിമീറ്ററിന്റെ കൂട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. ഈ ഫോമുല ഒന്നും കണ്ടുപിടിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഞാൻ ഒരു ഫിഗർ കാണിച്ചതേ ഉള്ളൂ. ഈ ഫോമുല ഒന്നും പഠിക്കണ്ട, ഇതൊന്നും ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഇതിന്റെ ഫിഗേഴ്സ് ഇങ്ങനെയാണ്. അതായത് നമ്മൾക്ക് ഒരു അകത്തോട്ടൊരു പൈപ്പ്, അകത്തോട്ടോ പുറത്തോട്ടോ ഡിപ്പെൻസ്. പുറത്ത് നമ്മൾ പൈപ്പ് കൊടുത്ത് അതിന് എക്സ്റ്റേണൽ മൗത്ത് പീസ് എന്നും, അകത്ത് നമ്മൾ പൈപ്പ് കൊടുത്ത് അതിന് ഇന്റേണൽ മൗത്ത് പീസ് എന്നും കൊടുക്കും പറയും. അത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. 16th ക്വസ്റ്റ്യൻ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് സെന്റർ ഓഫ് പൈപ്പ് ഈസ്. അപ്പം ഒരു പൈപ്പിൽ കൂടെ ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ ഒരിക്കലും അതൊരു സെയിം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലൊന്നും അല്ല അത് ഫ്ലോ ചെയ്യുന്നത്. ഈ ഇത് കണ്ടില്ലേ, വെലോസിറ്റി ഇൻ ദ പൈപ്പ് ഇസ് നോട്ട് കോൺസ്റ്റന്റ് അക്രോസ് ദ സെക്ഷൻ. നമ്മളൊരു പൈപ്പിലെ സെക്ഷൻ എടുക്കുവാണെങ്കിൽ അവിടുത്തെ നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഒരിക്കലും അത് സെയിം വെലോസിറ്റി ഒന്നും ആയിരിക്കത്തില്ല പോകുന്നത്. ഈ വോൾസിന്റെ അടുത്തുള്ള വെലോസിറ്റികൾ 0 ആയിരിക്കും. അതേസമയം സെൻട്രലോട്ട് പോകുന്തോറും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതായത് സെൻട്രലാണ് മാക്സിമം വെലോസിറ്റി വരുന്നത്. അറ്റത്തില് അതായത് എൻസില് മിനിമം വെലോസിറ്റി അല്ലെങ്കിൽ 0 വെലോസിറ്റി ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. നമ്മൾ യൂഷ്വലി ഒരു വെലോസിറ്റി പറഞ്ഞത് ഇതിന്റെ ആവറേജ് വെലോസിറ്റി ആണ്, ഇതിന്റെ മീൻ വെലോസിറ്റി ആണ് നമ്മൾ യൂഷ്വലി കാൽക്കുലേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നോട്ട് ചെയ്താൽ മതി. അതായത് വോൾസിൽ വെലോസിറ്റി 0യും സെൻട്രലാണ് വെലോസിറ്റി മാക്സിമം. അപ്പൊ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെന്റർ ഓഫ് പൈപ്പിലാണ്, അപ്പൊ അത് മാക്സിമം ആയിരിക്കും. 70th ക്വസ്റ്റ്യൻ സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്ത് എന്തിനാണെന്നാണ് ചോദ്യം. അപ്പൊ സർജ് ടാങ്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മാക്സിമം ഇപ്പൊ പെട്ടെന്ന് വളരെ വലിയ ഒരു പ്രഷർ വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവിടാണ് നമ്മൾ സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടെമ്പററി ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ. വലിയ ഹൈ പ്രഷർ വരുമ്പോൾ ഈ നമ്മുടെ പൈപ്പുകൾ പൊട്ടാതിരിക്കാൻ, ഈ ഹൈ പ്രഷർ കാരണം പൊട്ടാതിരിക്കാൻ നമ്മളൊരു ടെമ്പററി സ്റ്റോറേജ് ഓഫ് വാട്ടർ ഇപ്പൊ ഏത് ലിക്വിഡ് ആണെങ്കിലും, പക്ഷെ നമ്മൾ ആ വെള്ളമാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്തൊക്കെ നമ്മൾ വെള്ളമാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നൊരു ഹൈ പ്രഷർ, അതിനെ വാട്ടർ ഹാമർ എന്നും പറയും. അപ്പൊ ഈ വാട്ടർ ഹാമർ ഒഴിവാക്കാൻ വേണ്ടി, വാട്ടർ ഹാമർ കാരണം വലിയൊരു പ്രഷർ ബിൽഡ് ചെയ്യും. ആ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ പൈപ്പുകൾ ബേസ്റ്റ് ആവാതിരിക്കാൻ ഒരു ടെമ്പററി സ്റ്റോറേജ് കൊടുക്കും. ആ ടെമ്പററി സ്റ്റോറേജിനെയാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പം ആൻസർ എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ് ടു റിലീവ് ദ പ്രഷർ ഡ്യൂ ടു വാട്ടർ ഹാമർ. 18th ക്വസ്റ്റ്യൻ റെനോൾഡ്സ് നമ്പർ ഇൻഡിക്കേറ്റ്സ്. റെനോൾഡ്സ് നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എങ്ങനെയാണ് ലാമിനാർ ഫ്ലോ ആണോ ടെർബുലന്റ് ഫ്ലോ ആണോ, അപ്പൊ അത് നമുക്ക് കാണിക്കാൻ വേണ്ടി, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പർ ആണ് റെനോൾഡ്സ് നമ്പർ. അതിന്റെ ഫോർമുല റോ VL/μ ആണ്. റോ എന്താണ്? ഡെൻസിറ്റി അറിയാലോ. V വെലോസിറ്റി, ആ ഫ്ലോയിന്റെ വെലോസിറ്റി. L ലെങ്ത്, ഏത് സെക്ഷൻ ആണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ ലെങ്ത് ബൈ μ എന്താണ്? ബൾക്ക് വിസ്കോസിറ്റി. അപ്പം വേണമെങ്കിൽ ഈ ഡെൻസിറ്റിനെ താഴെ കൊണ്ടുവന്ന് μ/ρ എന്താ അറിയാലോ, ന്യൂ എന്ന് പറയും. അതിനെ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പൊ VL/μ എന്ന് പറയും. അപ്പം റോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. അപ്പൊ റെനോൾഡ്സ് നമ്പർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നോക്കിയത്. ഇത് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് കോൺസ്റ്റന്റ് ആണല്ലോ. വെലോസിറ്റി, ആ സെക്ഷനിൽ കൂടെ പോകുന്ന വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത് ഓഫ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ആ ഫ്ലൂയിഡിന്റെ ഡൈനാമിക് വിസ്കോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതിന്റെ ലിമിറ്റ്സ് ആണ്. 2000 താഴെയാണ് റെനോൾഡ്സ് നമ്പർ എങ്കിൽ അതിന്റെ ഫ്ലോ ലാമിനാർ ആയിരിക്കും. 2000-നും 4000-നും ഇടയ്ക്കാണെങ്കിൽ അത് ട്രാൻസിഷൻ ഫ്ലോ ആയിരിക്കും. അതായത് ലാമിനാർ ഫ്ലോയിനും ടെർബുലന്റ് ഫ്ലോയിനും ഇടയ്ക്ക് കിടക്കും. പിന്നെ ടെർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സിക്സാക് ഫ്ലോ, ഇങ്ങനെ ടെർബുലന്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണ്. അതിന്റെ വാല്യൂ റെനോൾഡ്സ് നമ്പർ 4000-ന് മുകളിലാണ്. ഇത് എങ്ങനെയാണ്? ഒരു പൈപ്പിന്റെ കേസിലാണ്, പൈപ്പ് ഫ്ലോയിന്റെ കേസിലാണ്. നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോ ആണെങ്കിൽ വാല്യൂസ് ഡിഫറെന്റ് ആണ്. 500-ഉം 2000-ഉം ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അതായത് 500-ന് താഴെയാണെങ്കിൽ ലാമിനാർ ഫ്ലോ, 2000-ന് മുകളിലാണെങ്കിൽ ടെർബുലന്റ് ഫ്ലോ, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുവാണെങ്കിൽ ട്രാൻസിഷൻ ഫ്ലോ. അപ്പൊ ഇത് ഏതാണ്? ഓപ്പൺ ചാനൽ ഫ്ലോ, OCF, ഓപ്പൺ ചാനൽ ഫ്ലോയിനാണ് ഈ ലിമിറ്റ്സ് പറയുന്നത്. ഇത് പൈപ്പ് ഫ്ലോയിനാണ്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്താൽ മതി. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് എനിക്കൊന്ന് PSC ആൻസർക്കിനകത്ത് 2800-ഉം ഏതോ ഒരു PSCക്ക് അത് വന്നിട്ടുണ്ട്, അപ്പർ ലിമിറ്റ് 2800-ന് മുകളിൽ ടെർബുലന്റ് ഫ്ലോ ആണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. യൂഷ്വലി 4000 ആണ് കേട്ടോ.
2000 4000 ആണ് ലിമിറ്റ്സ്. OCF എന്ന് എടുത്തു ചോദിച്ചാൽ, അതായത് ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് എടുത്തു ചോദിച്ചാൽ 500 2000 ആണ് ലിമിറ്റ്സ്. അപ്പൊ ഇത്രയും കാര്യം നോട്ട് ചെയ്താൽ മതി. അപ്പൊ എന്താണ് ഇൻഡിക്കേറ്റ് റെനോൾഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്ത് നേച്ചർ ഓഫ് ഫ്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ, യൂഷ്വൽ ഫോം ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മുടെ കൺസർവേഷൻ ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ ആണ്. അതായത് ഒരു സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡിന്റെ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആവും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. M1 = M2. ഫസ്റ്റ് ഒരു സെക്ഷൻ ഇവിടെ എടുത്തു, ഒരു സെക്കൻഡ് സെക്ഷൻ ഇവിടെ എടുത്തു, രണ്ടിലും മാസ് സെയിം ആയിരിക്കും. കൺസർവേഷൻ ഓഫ് മാസ് അറിയാലോ. അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുന്ന് ഈ റോ ഒക്കെ ക്യാൻസൽ ചെയ്യും. കാരണം സെയിം ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് ആണല്ലോ പോകുന്നത്. അപ്പൊ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. അവസാനം കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. A1 A2, അതായത് ഇവിടെ പോകുന്ന ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഇവിടത്തെ വെലോസിറ്റി ഈക്വൽ ടു ഇവിടത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഇവിടത്തെ വെലോസിറ്റി. അപ്പൊ A1 V1 = A2 V2. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ഫോർമുല. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 20th ക്വസ്റ്റ്യൻ, തിയററ്റിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ വിത്ത് അവൈലബിൾ ഹെഡ് h ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ തിയററ്റിക്കൽ വെലോസിറ്റി ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം V = √2gh ആണ്. അത് നമുക്കറിയാലോ. അപ്പൊ ആൻസർ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാം. ഇപ്പം ഒരു പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ ഹെഡ് തരുന്നത്, അപ്പൊ ഇത് ഡാറ്റം ആണെങ്കിൽ അതിന്റെ ടോട്ടൽ ഹെഡ് വരുന്നത് എലിവേഷൻ ഹെഡ്, അത് നമ്മൾ Z എന്ന് റെപ്രസെന്റ് ചെയ്യാം. എലിവേഷൻ ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഫ്ലൂയിഡിന്റെ ടോട്ടൽ ഹെഡ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഫോർമുലയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അപ്പം പ്രഷർ ഹെഡും ഈ എലിവേഷൻ ഹെഡും ഒക്കെ 0 ആവുമ്പോൾ V²/2g = h കിട്ടും. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് V = √2gh. അപ്പൊ അങ്ങനെയാണ് ആ ഫോർമുല വന്നത്. അപ്പൊ ഇത്രയും കളഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. സിമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ ഡയറക്റ്റ് ആൻസർ ആണ്. ഇവിടെ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും, √2gh. 21st ക്വസ്റ്റ്യൻ, 1 HP. HP എന്ന് പറയുമ്പോൾ പവറിന്റെ പവർ, അതായത് വർക്ക് ബൈ ടൈം. അപ്പൊ പവറിന്റെ ഒരു യൂണിറ്റ് ആണ് HP, ഹോഴ്സ് പവർ എന്ന് പറയും. അപ്പൊ 1 ഹോഴ്സ് പവർ = 746 വാട്ട്സ്. അപ്പൊ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. പിന്നെ എനർജിയുടെ കേസിൽ, അതായത് വർക്കിന്റെ കേസിൽ ജൂൾ ആണല്ലോ യൂണിറ്റ്, അത് 10⁻⁷ ergs. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ആട്ടോ, അറിയാമെങ്കിൽ നേരിട്ട് വിട്ടു. അപ്പൊ 764 746 മാറിപ്പോരുത്. ഇവിടെ ആൻസർ ഓപ്ഷൻ A 746 വാട്ട്സ് ആണ്. 22nd ക്വസ്റ്റ്യൻ, എനർജി പൊസസ്ഡ് ബൈ വെർച്യു ഓഫ് പൊസിഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കാരണമുള്ള അതിന് കിട്ടുന്ന എനർജി, അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കാരണം, വെലോസിറ്റി കാരണം അതിന് കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പം ഇത് പൊട്ടൻഷ്യൽ എനർജി, അതായത് പൊസിഷൻ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതാണ് പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ സ്പീഡ് കാരണം, അതിന്റെ മോഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇതൊക്കെ നമ്മൾ ബേസിക്സ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. 23rd ക്വസ്റ്റ്യൻ, റിസൾട്ടന്റ് അപ്വേർഡ് ത്രസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇമേഴ്സ്ഡ് ഇൻ ഫ്ലൂയിഡ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ബോഡി നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒരു ഫ്ലൂയിഡിൽ എടുത്തിടുമ്പോൾ അതിന് അപ്വേർഡ് ആയിട്ടുള്ള ഒരു ത്രസ്റ്റ് കിട്ടും. അതാണ് ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബോയിന്റ് ഫോഴ്സിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ ബോയൻസി ആണ്. ഓക്കെ, അത് നമുക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും അറിയാം. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന് റിലേറ്റ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിന്റെയും ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിന്റെയും സ്റ്റെബിലിറ്റി ചോദിച്ചിട്ടുള്ളത്. അതായത് എപ്പോഴാണ് ഇത് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. ഇപ്പം ഇത് ഫസ്റ്റ് കാണിച്ചിട്ട് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിട്ടൊരു ഒരു ബോഡി സ്റ്റേബിൾ പൊസിഷൻ ആവണമെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് ബോയൻസിയുടെ താഴെ ആയിരിക്കണം. സെന്റർ ഓഫ് ബോയൻസിയും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരേ പോയിന്റിലാണെങ്കിൽ അത് ന്യൂട്രൽ സ്റ്റേബിൾ, അതായത് അത് എങ്ങനെ തന്നെ ഇരുന്നോളും, ഇങ്ങോട്ട് മാറത്തില്ല. പക്ഷെ അൺസ്റ്റേബിൾ ആണെന്ന് വെച്ചാല് സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലുള്ളപ്പോ നമ്മളിപ്പോ ഈ അൺസ്റ്റേബിൾ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുത്താൽ തിരിച്ച് ഇതേ പൊസിഷനിലോട്ട് തിരിച്ച് വരത്തില്ല, ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വരത്തില്ല, അത് അങ്ങ് താന്ന് വീണു പോകും. അപ്പം അതാണ് അൺസ്റ്റേബിൾ ഈ കണ്ടീഷൻ പറയുന്നത്. അപ്പൊ സ്റ്റേബിൾ കണ്ടീഷന് സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് ബോയൻസിയുടെ താഴെ ആയിരിക്കണമെന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഫ്ലോട്ടിംഗ് ബോഡിയിൽ ഇത് തന്നെയാണ് കൺസെപ്റ്റ്. പക്ഷെ അവിടെ നമ്മൾ മെറ്റാ സെന്റർ എന്ന് പറഞ്ഞൊരു പോയിന്റ് വെച്ചാണ് പറയുന്നത്. മെറ്റാ സെന്റർ ആണ് ഫ്ലോട്ടിംഗ് ബോഡീസിന്റെ ഒരു ഇമാജിനറി പോയിന്റ് ആണ്, അബൌട്ട് വിച്ച് ഇറ്റ് റൊട്ടേറ്റ്സ്.
അപ്പൊ ആ ഒരു ഇമാജിനറി പോയിന്റ് ആണ് മെറ്റാസെന്റർ എന്ന് പറയുന്നത്. മെറ്റാസെൻട്രിക് പോയിന്റ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലാവുമ്പോഴാണ് അവിടുത്തെ സ്റ്റേബിൾ കണ്ടീഷൻ പറയുന്നത്. ഇത് ഏതാണ്? ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു ഷിപ്പിന്റെ ഒബ്ജക്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്നത്, ഒരു ഷിപ്പിന്റെ ഫിഗർ ഞാൻ കാണിച്ചിരിക്കുന്നത്. മെറ്റാസെൻട്രിക് പോയിന്റ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ താഴെ വരുമ്പോൾ അതിനെ അൺസ്റ്റേബിൾ എന്ന് പറയും. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഷേപ്പ് നമ്മൾ നമ്മുടെ ഒബ്ജക്ട്സ്, ഫ്ലോട്ടിംഗ് ഒബ്ജക്ട്സിന് കൊടുത്തിരിക്കുന്നത് അൺസ്റ്റേബിൾ പൊസിഷൻ. അതായത് ഒരു ടിൽറ്റ് വന്നാൽ പോലും തിരിച്ചൊരു, ഇപ്പൊ ഇവിടെ ഒരു ഓവർ ടേണിംഗ് മൊമെന്റ്, ഒരു ക്ലോക്ക് വൈസ് ഓവർ ടേണിംഗ് മൊമെന്റ് ഉണ്ടെങ്കിൽ തിരിച്ചൊരു റിസ്റ്റോറിംഗ് മൊമെന്റ് ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ പോയേ പറ്റത്തുള്ളൂ. അതായത് മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിന് മുകളിൽ തന്നെ കിടക്കണം, അപ്പോഴാണ് അത് സ്റ്റേബിൾ കണ്ടീഷനിലാവുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും, അപ്പൊ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്താൽ മതി, ഇമേഴ്സ്ഡ് ഫ്ലൂയിഡ് ആണെങ്കിലും ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റ് ആണെങ്കിലും രണ്ടിലും സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴെ കിടക്കണം. അപ്പൊ അങ്ങനെ ഒരു ട്രിക്കിൽ ഓർത്തിരുന്നാൽ മതി, അപ്പോഴാണ് സ്റ്റേബിൾ കണ്ടീഷൻ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ എന്തുവരും ചോദ്യം? റിസൾട്ട് ഇൻ അപ്വേർഡ് ത്രസ്റ്റ് എക്സ്പീരിയൻസ് ബൈ എ ബോഡി, അറിയാമല്ലോ, ബോയൻസി ആണ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഇസ് കോൺസ്റ്റന്റ്. അപ്പം ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട്, സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഉണ്ട്, ലാമിനാർ ആൻഡ് ടർബുലന്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം. എപ്പോഴും തെറ്റിക്കുന്നതാണ് സ്റ്റഡിയും യൂണിഫോം. സ്റ്റഡി എന്ന് പറയുന്നത് ഒരു സെക്ഷൻ എടുക്കുക നമ്മൾ, അപ്പൊ ടൈം 1ഉം ടൈം 2ഉം നോട്ട് ചെയ്യുക. അതായത് സമയത്തിനനുസരിച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ dq/dt ഈസ് കോൺസ്റ്റന്റ്. വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ എടുക്കുമ്പോൾ ആണ് നമ്മൾ സ്റ്റഡിയും, ഇപ്പൊ ഈക്വൽ ടു അല്ലെങ്കിൽ നോൺ ഈക്വൽ ടു ആണെങ്കിൽ അത് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയും. ഇനി എപ്പോഴാണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം എന്ന് പറയുന്നത്? അതായത് ഡിസ്റ്റൻസിന്, ഒരു സെക്ഷനിലെ ഡിസ്റ്റൻസിനെ നോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ എക്സ്, അങ്ങനെ ഒരു സ്പേസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ റിലേഷൻ വെച്ച് പറയുന്നതാണ് യൂണിഫോമും നോൺ യൂണിഫോം. അപ്പൊ ഫ്ലോ പാരാമീറ്റേഴ്സ് ഈ ഡിസ്റ്റൻസിന് അനുസരിച്ച് മാറുന്നില്ലെങ്കിൽ, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതിനെ യൂണിഫോം ഫ്ലോ എന്ന് പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് dq/dx. കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയും. അപ്പൊ ഈ കാര്യം നോട്ട് ചെയ്യുക. സ്റ്റഡി ഫ്ലോ സമയത്തിനനുസരിച്ചാണെങ്കിൽ യൂണിഫോമും നോൺ യൂണിഫോം ഫ്ലോവും ഡിസ്റ്റൻസിനനുസരിച്ചായിരിക്കും. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്യുക. ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു. ഡയറക്ഷൻ വെച്ച് ഒരു 1D ആണോ 2D ആണോ അതോ 3 ഡയമെൻഷണൽ ഫ്ലോ ആണോ, അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡയമെൻഷൻ ഫ്ലോ. പിന്നെ കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ, നമ്മുടെ ഫ്ലൂയിഡ് കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ, അപ്പൊ അത് വെച്ച് പറഞ്ഞാണ്. പിന്നെ റൊട്ടേഷണൽ, ഇറൊട്ടേഷണൽ ഫ്ലോ, അതിന്റെ ആക്സിസിന്, ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അതിന്റെ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അപ്പൊ അത് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് സിമ്പിൾ ആയിട്ട് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡിയും നോൺ യൂണിഫോം, യൂണിഫോം, ഇതാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു കാര്യം നോട്ട് ചെയ്താണ് dq/dt സമയം അനുസരിച്ചാണെങ്കിൽ സ്റ്റഡിയും, ഡിസ്റ്റൻസ് അനുസരിച്ചാണെങ്കിൽ യൂണിഫോം ഫ്ലോ ആണെന്ന് നോട്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പൊ എന്താണ് ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റഡി ഫ്ലോ ആണ് ആൻസർ. 25th ക്വസ്റ്റ്യൻ, ഓപ്പൺ ചാനൽ വാട്ടർ ഫ്ലോസ് അണ്ടർ. ഏത് ഫോഴ്സിന് അണ്ടർ ആണ് ഓപ്പൺ ചാനൽ ഫ്ലോ? സി, ഓപ്പൺ ചാനൽ ഫ്ലോ ഒരു കൺഡ്യൂട്ട് ഫ്ലോ ആണ്. അതായത് ഫ്രീ ആയിട്ട് ഗ്രാവിറ്റിയുടെ കേസ് കാരണം, ഗ്രാവിറ്റി കാരണം ജസ്റ്റ് വെള്ളം ഒഴുകി പോകും. വെള്ളം ഏത് ഫ്ലൂയിഡ് ആണെന്ന് നമ്മൾ പറയും. യൂഷ്വലി നമ്മൾ വെള്ളം ആണെന്നാണ് വെള്ളത്തിന്റെ കേസ് പറയുന്നത്. അപ്പം ഗ്രാവിറ്റി കാരണം, അണ്ടർ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണമാണ് ഓപ്പൺ ചാനൽ ഫ്ലോ നടക്കുന്നത്. ആക്ച്വലി അറ്റ്മോസ്ഫിയർ പ്രഷറും കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ PSC ആൻസർ ഫ്ലോസ് അണ്ടർ എന്ന് പറഞ്ഞൊരു ടേം വന്നുകൊണ്ടായിരിക്കും ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിക്ക് കാരണമാണ് നമ്മുടെ ഓപ്പൺ ചാനൽ ഫ്ലോ ഉണ്ടാവുന്നത്. അത് ഉണ്ടാവുന്ന ഒരു പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ്. അപ്പൊ ആക്ച്വലി അറ്റ്മോസ്ഫിയർ പ്രഷറും ഈ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് രണ്ടും വന്നാൽ എന്തായാലും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓപ്ഷനിൽ ചൂസ് ചെയ്താൽ മതി. 26th ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ. അതിന്റെ റേഷ്യോ എന്താണെന്നാണ്. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ മെയിൻലി നോട്ട് ചെയ്യണം. തെറ്റാൻ ചാൻസ് ഉള്ളതാണ്, ഒരു സിമിലാരിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസ് നമ്മൾ വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ അതിന്റെ ഏരിയ, വെറ്റഡ് ഏരിയ ബൈ പെരിമീറ്റർ, ഈ സൈഡ്സിന്റെ സം, അതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അത് ആണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോളിക് ഡെപ്ത് മാത്രമാണെങ്കിൽ ഈ ടോപ്പ് വിഡ്ത്ത് ഉണ്ടല്ലോ, മുകളിലത്തെ ടോപ്പ് വിഡ്ത്ത്, അത്
ഏരിയ ഓഫ് പെരിമീറ്റർ ഡിവൈഡ് ബൈ ടോപ്പ് വിഡ്ത്ത് ചെയ്യുമ്പോഴാണ് ഹൈഡ്രോളിക് ഡെപ്ത് കിട്ടുന്നത്. അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് വെറ്റഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ്. സോ ആൻസർ ഈസ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓഫ് എ സർക്കുലർ പൈപ്പ് ഓഫ് ഡയമീറ്റർ d. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോളിക് മീൻ ഡെപ്തിന്റെ ഇക്വേഷൻ എന്താണ്? A/P ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സർക്കുലർ പൈപ്പിന്റെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. അപ്പം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഫുള്ളി നിറഞ്ഞ് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പം ഏരിയ എത്രയാണ്? π/4 d². ഇതിന്റെ ഡയമീറ്റർ d ആണെങ്കിൽ ഏരിയ π/4 d² ആണ്. P വെറ്റഡ് പെരിമീറ്റർ, ഒരു സർക്കിളിന്റെ വെറ്റഡ് പെരിമീറ്റർ എത്രയായിരിക്കും? πd. ഇത് ഫുള്ളി ഫ്ലോ കണ്ടീഷൻ ആണെങ്കിലാണ് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്തിന്റെ ഇക്വേഷൻ എന്താണ്? ഇത് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ π/4 d² ഡിവൈഡഡ് ബൈ πd. അപ്പൊ ഇത് ക്യാൻസൽ ആയി, പൈ ക്യാൻസൽ ആയി. അപ്പൊ ആൻസർ d/4. അപ്പൊ ഇങ്ങനെ വേണം ഏതൊരു സെക്ഷൻ തന്നാലും, ഇപ്പൊ റെക്ടാംഗിൾ തന്നാലും ഏതൊരു സെക്ഷൻ തന്നാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി. സിമ്പിൾ ആണ്. സോ ആൻസർ ഈസ് d/4. 20th ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ഇമ്പൾസ് ടർബൈൻ. അപ്പൊ ടർബൈൻ ഒരു സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ടർബൈനും പമ്പും ഒക്കെ നമുക്ക് പഠിക്കാൻ തന്നെ ഒരു 2-3 മണിക്കൂർ വേണം. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ദർ ആർ മെയിൻലി 3 ടൈപ്സ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇതാണ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ് പെൽറ്റൻ വീൽ ടർബൈൻ. പിന്നെ സെക്കൻഡ് ഇതാണ് ഫ്രാൻസിസ്. മൂന്നാമത്തെ കാണിച്ചിരിക്കുന്നതാണ് കപ്ലാൻ. അപ്പൊ 3 ടർബൈൻസ് ആണ് മെയിൻലി എപ്പോഴും ചോദിക്കുന്നത്. പെൽറ്റൻ വീൽ ടർബൈനിന് ഇവിടെ ടാൻജൻഷ്യൽ ആണ്. വെള്ളം ബ്ലേഡിന് ടാൻജൻഷ്യൽ ആയിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഈ ബ്ലേഡ്സ് കറങ്ങി, അങ്ങനെയാണ് ഇവിടുത്തെ വർക്കിംഗ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബ്ലേഡ്സിന് റേഡിയൽ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു ആ വെള്ളം വരുന്ന ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം കപ്ലാൻ ഇതിന്റെ ആക്സിസിന് ലോഞ്ചിറ്റ്യൂഡിനലി ആയിട്ടാണ് ഇവിടുത്തെ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. പെൽറ്റൻ വീലിന് ടാൻജൻഷ്യൽ, ഫ്രാൻസിസിന് റേഡിയൽ, കപ്ലാന് ആക്സിയൽ. അപ്പൊ ആ 3 കാര്യങ്ങൾ അറിയാലോ. ഇനി അവിടെ വരുന്ന എനർജി, പെൽറ്റൻ വീലിൽ ഇൻലെറ്റിൽ പ്യൂർലി കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ആണെങ്കിൽ വിളിക്കുന്നതാണ് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ. ഇനി ഫ്രാൻസിസിലും കപ്ലാനിലും പാർഷ്യലി കൈനറ്റിക്കും പാർഷ്യലി പ്രഷർ എനർജിയാണ്, കൂടുതലും പ്രഷർ എനർജിയാണ്. അങ്ങനെ വരുമ്പോഴാണ് റിയാക്ഷൻ ടർബൈൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെൽറ്റൻ വീൽ കണ്ടോ, ഇമ്പൾസ് ടർബൈൻ ആണ് പെൽറ്റൻ. റിയാക്ഷൻ രണ്ടും ഫ്രാൻസിസും കപ്ലാനും 2 റിയാക്ഷൻ ടർബൈൻസ് ആണ്. ഇനി അവിടെ ഇൻലെറ്റിൽ വരുന്ന ഹെഡ്, പെൽറ്റൻ വീലിനും വളരെയധികം ഹൈ ഹെഡ് വേണം. അപ്പൊ ഹൈ ഹെഡ് പെൽറ്റൻ വീലിന്, ഫ്രാൻസിസിന് മീഡിയം ഹെഡ് മതി, കപ്ലാനിന് ലോ ഹെഡ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്, പഠിച്ചു വെച്ചിരിക്കുക. അതായത് വെള്ളത്തിന്റെ ആ ഒരു ഡയറക്ഷൻ ഫസ്റ്റ് പഠിക്കണം, ഇത് പഠിക്കണം. പിന്നെ അവിടെ ഉള്ള എനർജി, കൈനറ്റിക് എനർജി ആണോ അതോ സം ഓഫ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണോ, അത് പഠിക്കുക. പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹെഡ്, ഹൈ ഹെഡ് ആണോ ലോ ഹെഡ് ആണോ, ഈ 3 കാര്യങ്ങൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇമ്പൾസ് ടർബൈൻ, അതായത് കൈനറ്റിക് എനർജി ഉള്ള ടർബൈൻ ഏതാണ്? പെൽറ്റൻ ടർബൈൻ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഫ്രാൻസിസ് ടർബൈൻ എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് ടർബൈനിൽ റേഡിയൽ ഫ്ലോ ആണ്. പിന്നെന്തായിരുന്നു? മീഡിയം ഹെഡ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ റിയാക്ഷൻ ടർബൈൻ, അതായത് ഇവിടെ കൈനറ്റിക് എനർജി ഉണ്ട്, ഇൻലെറ്റിൽ പ്രഷർ എനർജി ഉണ്ട്. അപ്പൊ 2 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് റിയാക്ഷൻ ടർബൈൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? റേഡിയൽ ഫ്ലോ ആണ്, റിയാക്ഷൻ ടർബൈൻ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 30th ക്വസ്റ്റ്യൻ ടർബൈൻ സൂട്ടബിൾ ഫോർ ലോ ഹെഡ്സ് ആൻഡ് ഹൈ ഫ്ലോ റേറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, ഹെഡിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനി ഫ്ലോ റേറ്റ്, ഈ സ്പെസിഫിക് സ്പീഡ്സും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ഇതും ഇമ്പോർട്ടന്റ് ആണ്. പെൽറ്റൻ വീലാണ് ഏറ്റവും ചെറിയ ഫ്ലോ റേറ്റും സ്പെസിഫിക് സ്പീഡും ഉള്ളത്, 10 to 35. ഫ്രാൻസിസിന് മീഡിയം സ്പീഡ് 60 to 300 ആണ്. ഏറ്റവും സ്പീഡും ഏറ്റവും കൂടുതൽ ഫ്ലോ റേറ്റോ ഉള്ളത് കപ്ലാൻ ടർബൈൻ ആണ്, 300 to 1000 ആണ്. അപ്പം ഇവിടെ ലോ ഹെഡും ഹൈ ഫ്ലോ റേറ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പം ഈ വീഡിയോയിലെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ചാർജ് ഓഫ് റൈറ്റ് ആംഗുലർ നോച്ച്. ഈ നോച്ചും വിയറും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുക. അതായത് നമ്മൾ ഈ വിയർ നമ്മൾ ഓൾറെഡി റിയേഷൻ പറഞ്ഞല്ലോ. നോച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് തന്നെ ഡിസ്ചാർജ് മെഷർമെന്റ്, ഒരു ചാനലിലൂടെ പോകുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാനാണ് നോച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഫോർമുല പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇതിന്റെ ആൻസർ ഞാൻ ഒരു 3000 വ്യൂ ഒക്കെ ആകുമ്പോൾ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോച്ച് ഒക്കെ ഉണ്ട്. അതിന്റെ
ഈ പറയുന്ന പോലെ ഡിസ്ചാർജിന്റെ ഫോർമുലസ് ഒക്കെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പം ഡയറക്റ്റ് ഇതുപോലെ ജസ്റ്റ് ഡയറക്റ്റ് ഫോർമുല ന്യൂമറിക്കൽ ഒന്നും ചോദിക്കത്തില്ല. കഴിഞ്ഞ തൊട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറിന് ഇതിന്റെ ന്യൂമറിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലെവലിൽ എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് തിയറിറ്റിക്കൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ ഒരു ടാസ്കും കൂടെ തന്നിരിക്കുക. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ റെനോൾഡ്സ് നമ്പർ ഒക്കെ പറഞ്ഞില്ലായിരുന്നു, അതൊക്കെ ഡൈമെൻഷൻലെസ് നമ്പറാണ്. അതുപോലെ കുറെ ഡൈമെൻഷൻലെസ് നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് നമ്പർ, വെബർ നമ്പർ, മാക് നമ്പർ, അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് പഠിച്ചു വെച്ചിരിക്കുക. അതും റിപ്പീറ്റഡ് ആയിട്ട് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ടാസ്ക് ആണ്. അപ്പൊ കാരണം എല്ലാം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ക്ലാസ് അഡ്വാൻസ്ഡ് സർവേയിങ്. കുറെ നമ്മുടെ ഫ്രണ്ട്സ് ചോദിച്ചാൽ അഡ്വാൻസ് സർവേയിങ് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പൊ അതിൽ ചെയ്യാം എന്തായാലും. ഇന്നോ നാളെയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതും എന്തായാലും മിസ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നതാണ്. അപ്പൊ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. ഒരുപാട് വീഡിയോസ് ഇനിയും സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റഡി സർക്കിൾ ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട് ടെലിഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പിൽ അയക്കരുത്, ടെലിഗ്രാം മെസ്സേജിൽ അയക്കുക. അപ്പൊ അത്രയും നമുക്ക് ഫ്രണ്ട്സ്. അപ്പം നല്ലൊരു പഠിക്കുക. എക്സാം അടുക്കുന്നു. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. ഇനിയും തിയറി പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഏറ്റവും കൂടുതൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക അത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.